ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എഴുന്നേറ്റപ്പോൾ അല്പം ലേറ്റായിപ്പോയി. നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആയിരുന്നു. പിന്നെ കറണ്ടും ഇല്ലായിരുന്നു. അങ്ങനെ വീണ്ടും കിടന്നു. വീണ്ടും എണീറ്റപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ ഞാൻ വന്ന് ചോറ് തിളപ്പിക്കാനുള്ളതെല്ലാം ഗ്യാസിലെടുത്ത് വെച്ചിട്ടാണ് ഞാൻ വാഷ്റൂമിൽ പോയത്. പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചോറ് തിളച്ച്. എനിക്കും കുഞ്ഞിനുള്ള ചോറ് മാത്രം മതി. അതാണ് പെട്ടെന്ന് റെഡിയായത്. ഹസ്ബൻഡിൽ നിന്ന് ലീവാണ്, ഓഫാണ്. ഇന്ന് രാവിലെ അപ്പവും പൊട്ടറ്റോ സ്റ്റൂവും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ പൊട്ടറ്റോ എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലടുപ്പി വെച്ചിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അതിന് പൊട്ടറ്റോ പുഴുങ്ങാൻ വെക്കാം. അപ്പോൾ അതിൽ കുക്കറിൽ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റൂ പെട്ടെന്ന് റെഡിയാവും. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ടൈം മാത്രമേ ഉള്ളൂ കുറച്ച്. ബാക്കിയെല്ലാം പെട്ടെന്ന് റെഡിയാവും. രാവിലെ നല്ല മഴയും തണുപ്പും കാറ്റും ഒക്കെയാണ്. കറണ്ടും ഇല്ല. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ തോന്നും. എന്നാൽ പക്ഷേ കുഞ്ഞിന് സ്കൂളിൽ പോകണം. അപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. എണീറ്റേ പറ്റുള്ളൂ. എല്ലാവരും നല്ല ഉറക്കമാണ്. ഇവിടെ ആരും എണീറ്റിട്ടില്ല. എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജോലിയൊക്കെ പതിയെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വീഡിയോ എടുക്കാനും ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനൊക്കെ. അതിന് തന്നെ നല്ല ടൈമാവും. അപ്പോൾ സാധാരണ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു 5:30-ക്ക് എഴുന്നേറ്റാലേ കാര്യങ്ങളെല്ലാം ശരിയാവുള്ളൂ. പക്ഷേ ഇന്ന് എഴുന്നേറ്റപ്പോഴും ലേറ്റായിപ്പോയി. അതുകൊണ്ടെല്ലാം ഫാസ്റ്റായിട്ടാണ് ചെയ്യാൻ. പിന്നെ ഇന്നലെ മീനൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. സമയം കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം ചെയ്യണം. കപ്പയുണ്ട്. കപ്പ ഇന്നലെ വാങ്ങിയിട്ട് വന്നായിരുന്നു. കപ്പ റെഡിയാക്കണം. കുഞ്ഞിനത് ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഇച്ചിരിയൊക്കെ കഴിക്കും കപ്പ. അതുകൊണ്ട് കപ്പ റെഡിയാക്കാനുണ്ട്. ജോലി ഒത്തിരി ഉണ്ട്. ചോറ് ചൂടാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ അത് പാക്ക് ചെയ്യാൻ സമയത്ത് തണുത്ത റെഡി ആയിരിക്കും. ഇവിടെ രാവിലെ അല്ല കേട്ടോ ചോറ് വയ്ക്കാറ്. നമ്മൾ കൊണ്ടുപോകാനുള്ള ചോറ് തലേദിവസം വെക്കുന്ന ചോറിൽ നിന്ന് കുറച്ചെടുത്ത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അതാണ് പിറ്റേന്ന് രാവിലെ തിളപ്പിച്ച് എടുക്കുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും. രാവിലെ നമ്മുടെ അരിയൊന്നും വെന്ത് കിട്ടാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കപ്പ എടുത്തു. അപ്പോൾ കപ്പ ഞാൻ ആദ്യം ഒരു കഷ്ണം എടുത്ത് റെഡിയാക്കിയപ്പോഴത്തേക്ക് തീരെ കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും പോയി ഒരു പീസും കൂടെ എടുത്തു. കഴുകി എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. ഓരോ നാട്ടിലും കപ്പ പുഴുങ്ങുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ചിലർ കടുക് താളിക്കാറുണ്ട്, ചിലർ തേങ്ങ ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നോർമലായിട്ട് ആദ്യം തിളയ്ക്കുമ്പോൾ അത് ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ഉപ്പിട്ട് എടുക്കാറാണ് ചെയ്യാറ്. പൊട്ടറ്റോ വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ ഞാൻ ഇനി കപ്പ പുഴുങ്ങാനായിട്ടുള്ളത് വെച്ചിട്ടുണ്ട്. മോന് പുഴുങ്ങിയ കപ്പയാണ് കുറച്ചുകൂടെ ഇഷ്ടം. മീൻ ഫ്രിഡ്ജിലിരുന്നതാണ്. അപ്പോൾ തണുപ്പ് മാറാനെടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ 2 കിച്ചണുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുത്ത കിച്ചണിലോട്ടും പോയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ മീനൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ മീൻ മോന് വേണ്ടിയിട്ടുള്ള മീനാണ്. അപ്പോൾ അതിൽ മുളക് പൊടി പോയിട്ട് ബാക്കി എല്ലാ പൊടികളും ഇട്ടിട്ടാണ് വെക്കാറ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. കപ്പ വെന്ത് ഇറക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ ഉപ്പിടുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണോ? പൊട്ടറ്റോ സ്റ്റൂവിനുള്ള പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്തു. കറണ്ട് പോയതാണ് കേട്ടോ ഇടയ്ക്ക്. കറണ്ട് വന്നും പോയി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കപ്പയാണ്. തേങ്ങ പൊട്ടിക്കാനായിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. സാധാരണ കിച്ചണിനകത്ത് നിന്ന് തന്നെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ വീഡിയോയിലൊന്ന് എല്ലാവരും കാണട്ടെ എന്ന് വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കിച്ചണിൻ്റെ പുറകു സൈഡാണ്. ഇപ്പോൾ പണികളൊക്കെ ചെയ്യാനുണ്ട്. അതാണ് ഇങ്ങനെ തറയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്.
ഇപ്പോൾ മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോയി ഇച്ചിരി കറിവേപ്പിലേക്ക് എടുത്തിട്ട് വരാം. പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത് നമ്മൾ പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. ഇതെല്ലാം അകത്ത് കയറിയിട്ട് ഓഫ് ചെയ്യാം. ഇതാണ് കറിവേപ്പില. സ്റ്റൂ ചെറിയൊരു കലത്തിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മൺകലം എടുത്തതാണ്. എനിക്ക് മൺചട്ടിയിൽ മൺകലത്തിലൊക്കെ കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു അമരപ്പയർ തോരനാണ് കേട്ടോ. ഇത് ഞാൻ അതിനിടയ്ക്കൂടെ ചെയ്യുകയാണ്. സമയം ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കി അപ്പമൊക്കെ ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ടൈം ആയതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്യണം. അപ്പോൾ മോന് 2 അപ്പവും കുറച്ച് പൊട്ടറ്റോയുമാണ് കൊടുക്കുന്നത്. 2 അപ്പമൊന്നും കഴിക്കാറില്ല, എന്നാലും ഞാൻ കൊടുത്തു വിടുന്നതാണ്. പിന്നെ ലഞ്ചിന് ചോറുണ്ട്, കപ്പയുണ്ട്, മീനും തോരനും രസമായിട്ടാണ് ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ മോനുള്ളതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അവനെ വിളിക്കാനുള്ള സമയമായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മീൻ വറക്കാനുള്ളതും പിന്നെ മീൻ പുളിയും കാന്താരി മുളകൊക്കെ ഇട്ട് വേവിക്കാനുള്ളതും വെച്ചിട്ടുണ്ട്. ഇത് നല്ല മത്തിയാണ് അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി മോനെ റെഡിയാക്കണം, എനിക്ക് റെഡിയാവണം, പോകാനുണ്ട്, കുറച്ച് പണികളോടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത് വീണ്ടും കാണാം.